ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാത്രിയിൽ കുറച്ച് പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പത്തിരി പരത്തിയിട്ട് ഒരു കാസറോൾക്ക് ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് പത്തിരി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ തന്നെ പത്തിരി ഉണ്ടാക്കി വെക്കണം. എന്താ വെച്ചാൽ നാളെ നമുക്ക് ഉസ്താദുമാർ ചിലവാണ്. അപ്പോൾ രാവിലെ പത്തിരിയൊക്കെ കുഴച്ചുണ്ടാക്കിയാകുമ്പോഴത്തേന് ടൈം കുറേ ആവും. പത്തിരി പണിയൊക്കെ എടുക്കുമ്പോൾ ഒരാളും കൂടി ഒപ്പം ഉണ്ടെങ്കിലുള്ളൂ എളുപ്പത്തിലാവുക. ഒരാൾ ഒറ്റക്കൊക്കെ ആകുമ്പം പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്താണ് ആയി കിട്ടണം എന്നില്ല. അപ്പോൾ ഞാൻ പത്തിരിയൊക്കെ പരത്തി കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നനവും കാര്യങ്ങളൊന്നും അതിന്മേൽ തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ പത്തിരിക്ക് കറി തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങയും വറുത്ത് വെക്കുന്നുണ്ട്. എന്നാൽ പിന്നെ രാവിലെ തേങ്ങ അരച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ തേങ്ങയും അതേപോലെ തന്നെ അതിക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിന്. പിന്നെ വലിയ ജീരകവും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുറേശ്ശെ ചേർത്തിന് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് അത് ചൂടാറിയതിന് ശേഷം ഞാൻ പത്തിരി അതേപോലെ തേങ്ങ വറുത്തതൊക്കെ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെച്ചു. പിന്നെ രാവിലെ ഒരു 5:30 ആയിട്ടാണ് കേട്ടോ കിച്ചണിക്ക് വരുന്നത്. അപ്പോൾ പത്തിരിക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. അതേപോലെ തന്നെ ചിക്കനും ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രിയിൽ തന്നെ ഫ്രീസറിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് എടുത്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ ഐസൊക്കെ ഒരുവിധം വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് റിച്ച് മോൻ്റെ കൂടെ കുറച്ച് നേരം പോയിരുന്നു. എനിക്ക് മദ്രസയിൽ ഇപ്പോൾ മോഡൽ എക്സാം ആണ് കേട്ടോ. ഓന് 5ാം ക്ലാസ്സിലാണ്, പൊതുപരീക്ഷയാണ്. അപ്പോൾ പഠിച്ചതൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തൊക്കെ നോക്കി ഓൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കിച്ചണിൽ തന്നെ വന്ന് നമ്മളെ ചിക്കനൊക്കെ ഐസൊക്കെ വിട്ടീനി. അപ്പോൾ വേഗം ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെളിച്ചം വെച്ചിട്ടേ മുറ്റത്തേക്ക് ഇറങ്ങലുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മൾ റിച്ചുമോനെ മദ്രസ്ക്കൊക്കെ പറഞ്ഞയച്ചിനി. ഓനക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ബ്രെഡും ചായയൊക്കെ കുടിച്ച് ഓൻ മദ്രസ്ക്കൊക്കെ പോയി. നമ്മളെ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിക്കുള്ള സവാളയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ കഴുകി അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വേഗം വന്ന് അടുപ്പ് കത്തിച്ച് മണ്ണിൻ്റെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ കൊഴിച്ച് ചട്ടിക്ക് അതൊക്കെ കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് എന്നിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഒന്ന് ഇതേപോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിക്കാരം. അപ്പം പച്ചക്കും ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇത് പുസ്തകന്മാർക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ കുറച്ച് നല്ലതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ അങ്ങനെ വഴറ്റലൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ പച്ചക്കന്നെ ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കല കേട്ടോ. വെളിച്ചെണ്ണയിലിട്ടിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാണ്ട് കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിക്ക് എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. അതൊക്കെ ഒന്നുകൂടെ വഴന്ന് വന്നതിന് ശേഷം അതിക്കിടാനുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി അതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും അതിക്ക് ചേർത്ത് കൊടുത്തു. ആ മസാലയൊക്കെ ചിക്കനിലൊന്ന് നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ മസാല ചേർക്കണമെങ്കിൽ ചേർക്കുക. ഞാനിപ്പോൾ ചിക്കൻ മസാല ചേർത്തിട്ടില്ല. വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തന്നെ ചേർത്തിട്ടുള്ളൂ. തേങ്ങ വറുത്തപ്പോൾ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിക്കണം. അതേപോലെ ജീരകമൊക്കെ ചേർത്തിരിക്കണം. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിവിടെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പം ഇടയ്ക്കൊന്ന് വന്നിട്ട് തീ കത്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പത്തിരി ചൂടും ചെയ്യാം. അപ്പോൾ നല്ല കനമുള്ളൊരു വിറക് കൊള്ളി അടുപ്പത്ത് വെച്ചിരിക്കണ്. ഇനി ഇടയ്ക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അകത്ത് വന്നിട്ട് പത്തിരി ചുട്ടെടുക്കുകയാണ് കേട്ടോ. പത്തിരി രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് നല്ല സുഖമായിട്ടോ. രാവിലെ പത്തിരി വാട്ടലും പെരത്തലും കുഴക്കലും എന്നിട്ട് പണി ഇക്കാരം അതിലേറെയാണ് ക്ലീനിങ്ങിന്. ഇത് വാട്ടിയ പാത്രം ഉണ്ടാവും കഴുകാൻ. അതേപോലെ കൗണ്ടർ ടോപ്പ് നിറയെ പാത്രക്കാരം പത്തിരിപ്പണിയാണെങ്കിൽ. അപ്പം കൗണ്ടർ ടോപ്പ് ഒന്നും വൃത്തിയേടാവില്ല. രാത്രി നമ്മൾ പണിയെണ്ണ ഒരുക്കി വെച്ചാൽ രാവിലെ നമുക്ക് ഒരുപാട് ടെൻഷനും ഒഴിവായി കിട്ടും. സമയത്തിനാവില്ല എന്നുള്ള ബേജാറുമില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കാണ് കേട്ടോ. നമുക്ക് ബില്ല് ക്ലോസിങ്ങിൻ്റെ ടൈമാണ്. അപ്പം ചിലപ്പോൾ ചില എച്ചസോമാർ വീട്ടിലേക്ക് വരും ബില്ല് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ നേരത്തെ തീർത്തെങ്കിൽ ഒരു വരുമ്പോൾ എനിക്ക് ഓരോപ്പം നിൽക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ ദിവസം നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെ കേട്ടോ. അതേപോലെ ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊടുക്കാണ്ട്. അങ്ങനെ രാവിലെയും ബിസിയാണ്, വൈകുന്നേരവും ബിസിയാണ്. അപ്പം വേഗം നമ്മളെ ജോലികൾ തീർത്താൽ നമുക്ക്
നമുക്ക് ചെയ്യാനുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ ഞാൻ വേഗം പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പത്തിരിയൊക്കെ ഉണ്ടാക്കാനായില്ലല്ലേ, നമുക്ക് റമദാനായില്ലേ. ഇന്നിപ്പം ഈ വീഡിയോ വരുന്ന അന്നിപ്പം മീറാജ് ആവും, പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ ബറാത്താവും. അവൻ കഴിഞ്ഞ് 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് നോമ്പായില്ലേ. അപ്പോൾ നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കാനായിക്കണല്ലേ. അപ്പോൾ പത്തിരിയൊക്കെ ഞാൻ ചുട്ടെടുക്കുന്നത്, ഞാൻ വാഴൻ്റെ ഇലയിലേക്കാട്ടോ പത്തിരി ചുട്ടിട്ട് കൊടുക്കുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ തട്ടുക്കൊക്കെ ഇട്ട് കൊടുക്കണ പോലെ വാഴൻ്റെ ഇലയിൽ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ പരത്തി ഇടാമല്ലോ, എന്നാൽ പിന്നെ എളുപ്പം ചൂടാറും ചെയ്യും. ചൂടാറിയ പിന്നെ നമുക്ക് കാസറോളൊക്കെ ആക്കി വെക്കാം. പിന്നെ പത്തിരി ചൂടാൻ എൻ്റെ അടുത്ത് വലിയ ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിലൊക്കെ പത്തിരി ചുടുന്ന കാട്ടിലും ഇഷ്ടം ഈ ഒരു പാനിൽ പത്തിരി ചുടുന്നതാണ്. ഇതിൽ ചുട്ടാൽ എളുപ്പമാവും കേട്ടോ. നമ്മൾ ചട്ടിയാണ് ചൂടായിങ്ങാണ്ട് പത്തിരിയൊക്കെ ഇട്ട് കൊടുത്താൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മൂന്നാമത്തെ തിരിച്ചിട്ടില്ല തന്നെ പത്തിരി നല്ലോണം പൊള്ളച്ച് വരും. അപ്പോൾ എളുപ്പമുണ്ട് ഇതിൽ ചൂടാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചട്ടി തന്നെ ഞാൻ ചുടുന്നത്. വലിയ ഇരുമ്പിൻ്റെ ചട്ടി ഗ്യാസ്മ വെച്ചാൽ പിന്നെ എല്ലാ ഭാഗത്തേക്കും തീ അങ്ങോട്ട് എത്തൂല. അപ്പോൾ പത്തിരി ചുടൽ എളുപ്പം കഴിയൂല. പത്തിരിയും തന്നെ ഒരു ഉഷാറുണ്ടാവില്ല, കുറച്ച് ബലം വെച്ച പോലെ ഉണ്ടാവും. എളുപ്പം തിരിച്ചിട്ട് പൊള്ളച്ച് വന്നാലുള്ളൂ പത്തിരി നല്ലതായി കിട്ടുക. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ചട്ടിയിൽ തന്നെ അതുകൊണ്ടാട്ടോ ചുട്ടെടുത്തത്. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ നമ്മളെ ചിക്കൻ കറിയും വെന്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ രാത്രിയിൽ വറുത്ത് വെച്ചിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ തേങ്ങ അരച്ചത് ഞാൻ കറിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ ജാറിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ തേങ്ങ അരച്ചത്. അപ്പോൾ അതിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ഒന്ന് ചുഴറ്റിയിട്ട് വെള്ളമൊക്കെ അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നല്ലോണം തിളച്ചിട്ട് പിന്നെ നമുക്ക് കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാണ്ട് ഒന്ന് തൂമിച്ചെടുക്കും കൂടിയും ചെയ്യാം. തേങ്ങ വറുത്തപ്പോൾ അതിക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടില്ലേനോ, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് നല്ലോണം തിളക്കണം കേട്ടോ. തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് കറി നല്ലോണം അങ്ങോട്ട് തിളക്കണം. ഒരു രണ്ട് മൂന്ന് തിള തന്നെ തിളക്കണം. അല്ലാത്ത കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ചത് കറിക്ക് ഒഴിച്ചു കൊടുത്താൽ വല്ലാതെ തിളപ്പിച്ചെടുക്കില്ല. ആ തിളക്കണോട് കൂടിയിട്ട് തന്നെ കറി വാങ്ങി വെക്കും. അല്ലെങ്കിൽ കറി ഇങ്ങനെ പിരിഞ്ഞു പോവും ഒക്കെ ചെയ്യും. മസാലപ്പൊടികൾ ചേർത്ത് തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്താൽ പിന്നെ ആ ഒരു പ്രശ്നമല്ല കേട്ടോ. നല്ലോണം തിളപ്പിച്ചിട്ട് തന്നെ വാങ്ങി വെച്ചാൽ മതി. അങ്ങനെ കറിയൊക്കെ തിളച്ച് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ ഇതാ അടുപ്പിൽ നല്ലോണം തീയുണ്ടല്ലോ, അപ്പോൾ അടുപ്പത്ത് തന്നെ ഇത് തൂമിച്ചെടുക്കും ചെയ്യാമെന്ന് വിചാരിച്ച് ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള ചെറുതാക്കി അരിഞ്ഞാണ്ട് അതാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേറെ നല്ലത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാൻ ചെറുതാക്കി സവാള അരിഞ്ഞാണ്ട് സവാള കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ ആ അടുപ്പിൽ തന്നെ നമുക്ക് ചോറിന് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ ചിക്കൻ കറിയും അതേപോലെ തന്നെ പത്തിരിയും ഒക്കെ ആയിട്ടുണ്ടേന്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ വരും കേട്ടോ കുട്ടികൾ പാത്രം കൊണ്ട്. കുട്ടികളാണ് വരിക മദ്രസയിൽ നിന്ന്. ഉസ്താമാർക്ക് ചായക്കുള്ള പാത്രം കൊണ്ട് ഓരാണ് കേട്ടോ വരിക. നമ്മൾ റിച്ചുമോൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഈ കാര്യം അധികം വരല്. അപ്പോൾ ഓർക്കും ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ചായക്കുള്ള വെള്ളം വെച്ചു. ഉസ്താദ്മാർക്ക് ഫുഡ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അധികം പിന്നെ നമുക്ക് വർക്കൊക്കെ ഉള്ള ദിവസമൊക്കെയാണെന്നുണ്ടെങ്കിൽ പത്തിരി അങ്ങനെ ഇപ്പം ഉണ്ടാക്കലില്ല. അല്ലെങ്കിൽ നൂൽപുട്ടോ വെള്ളപ്പോ ഓർക്ക് എന്ത് കൊടുത്താലും ഒരു കഴിക്കും. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് തൃപ്തി കിട്ടണമെങ്കിൽ, എനിക്ക് തൃപ്തി ആകണമെങ്കിൽ പത്തിരി തന്നെ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് അധികം ഞാൻ പുട്ട് അല്ലെങ്കിൽ പാലപ്പം നൂൽപുട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കൽ. ഉസ്താമാരെ ചിലവ് നമുക്ക് എല്ലാ മാസവും ഉണ്ടാവും. ഞാൻ വീഡിയോയിൽ എപ്പോഴൊന്നും കാണിക്കലില്ല, എപ്പോഴേലൊക്കെ കാണിക്കലുള്ളൂ. നമുക്ക് പിന്നെ രാവിലെ ജോലിക്കൊക്കെ പോണ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കേൾക്കാരും. അപ്പോൾ പിന്നെ വേഗം ചായയും കടി ഉണ്ടാക്കിയാണ്ട് കൊടുക്കും. പിന്നെ ചായയും കടി മാത്രം മതി കേട്ടോ. രാവിലത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി. ഉച്ചക്കൊക്കെ ഒന്നും വേണ്ട. 2 ഉസ്താമാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഞാൻ കാസറോൾക്ക് ആക്കുകയാണ് കേട്ടോ പത്തിരി രാത്രി പരത്തി വെച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ബലം വെച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളി പത്തിരിയാണ് കേട്ടോ. നല്ല നൈസ് പത്തിരി തന്നെയാണ്. അപ്പോൾ അതൊക്കെ കാസറോൾക്കൊക്കെ ആക്കി അതൊക്കെ അടച്ചു വെച്ചു. പിന്നെന്താ ഇനിയിപ്പോൾ അങ്ങനെ അധികം പാത്രങ്ങളും ഇല്ല കേട്ടോ കഴുകാൻ. ഞാൻ പറഞ്ഞല്ലോ പത്തിരിപ്പണി രാത്രി കഴിഞ്ഞതുകൊണ്ട് രാത്രി തന്നെ ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ വലിയ ക്ലീനിങ്ങൊന്നുമില്ല. അപ്പോൾ ഇതാ ചിക്കൻ കറിയൊക്കെ ഞാൻ തൂമിച്ചിട്ട് അടച്ചു വെച്ചതേന് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. തൂമിച്ചാൽ അപ്പം കറി ഞാൻ എപ്പോഴും പറയലുണ്ട്, കറി അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലേക്കാരം കറിക്ക്.
പിന്നെ ഇതാ നമ്മൾ ഉസ്താമാർക്കുള്ള ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുട്ടികൾ പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേന്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ നല്ലോണം ഒന്ന് തേച്ച് കഴുകി. നമ്മളെ ഇങ്ങനെ വീട്ടമ്മമാർ കഴുകുമ്പോഴേ അതേപോലെ കഴുകാൻ കിട്ടുള്ളൂ. ഒരു കഴുകുകയൊക്കെ ചെയ്യും, ഒരു ചായടി കഴിഞ്ഞാൽ ഒരു കഴുകിയൊക്കെ വെക്കും. എന്നാലും ഞാൻ നല്ലോണം ഡിഷ് വാഷൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കിയാണ്ട് പത്തിരിയൊക്കെ അതിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പാത്രം കൊണ്ട് 2 കുട്ടികളും നമ്മൾ റിച്ച് മോനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ചായ എടുത്ത് കൊടുത്തിട്ടാണ് ഇതൊക്കെ ഞാൻ പാത്രത്തിലാക്കാൻ നിന്നത്. അപ്പോൾ ഒരു ചായ കുടിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ, അവർക്ക് മടിയേക്കാരം. അപ്പോൾ അതുകൊണ്ട് ക്യാമറയിൽ എടുത്തിട്ടൊന്നുമില്ല. പത്തിരിയും കറിയും ഒക്കെ ഇതിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മേലെ ഒരു പാത്രം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അതിക്ക് കുറച്ചും കൂടെ പത്തിരിയൊക്കെ വെച്ച് കൊടുത്തു. ചിലപ്പോൾ ആ ഒഴിഞ്ഞെടുക്കുന്ന പാത്രത്തിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കലുണ്ട്. ഇന്നിപ്പോൾ ഫ്രൂട്ട്സോ ഒന്നും ഇല്ല കേട്ടോ, ഫ്രൂട്ട്സോ പഴം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കലുണ്ട്. അപ്പോൾ ഞാൻ പത്തിരി തന്നെ വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാം ഫില്ലാക്കി അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഫ്ലാസ്കിലാക്കണം. അങ്ങനെ ചായയും പാത്രത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ചായയും കടിയൊക്കെ കൊണ്ട് കുട്ടികൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് മോഡൽ എക്സാം വേണ്ടിയിട്ടോ, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട്. ഇന്നല്ല, ഈ വീഡിയോ കാണണമെന്നല്ല, ശനി ഞായറും കേട്ടോ. ഞായറാഴ്ച ഇനി നമുക്ക് ചിലവുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ റിച്ചുമോനും പോയിട്ടോ ഓരോ കൂടെ. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി. പിന്നെ മുറ്റടിച്ചു വാരിയിട്ടില്ലേനി, അങ്ങനെ മുറ്റടിച്ചു വാരാൻ നിന്നു. അപ്പം ഇങ്ങനെ ഇല കൊഴിയണ ടൈം ആയതുകൊണ്ടേ പിന്നെ ഈ റോഡിൻ്റെ നമ്മളെ മുറ്റത്തിൻ്റെ ഈ ഒരു മുൻവശത്ത് നല്ലോണം ചമ്മലുണ്ടാവും. അപ്പോൾ അത് ഞാൻ അടിച്ചു വാരിങ്ങാണ്ട് ഇങ്ങനെ കൂട്ടലാണ് കേട്ടോ. കുറേ ആകുമ്പം കത്തിക്കും. അപ്പോൾ ഇത് കത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു. റോട്ടിലൊക്കെ നല്ലോണം ചമ്മലുണ്ടാവും കേട്ടോ. അപ്പോൾ റോഡൊക്കെ ഞാൻ ഇപ്പോൾ അടിച്ചു വാരിയതാണ്, നമ്മളെ മുൻവശമൊക്കെ ഞാൻ അടിച്ചു വാരിയതാണ്. പിന്നെ അതൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേന് എന്തെങ്കിലും ചെറിയൊരു കാറ്റുണ്ടായാൽ മതി, ഒക്കെ മുറ്റത്തേക്ക് കേട്ടോ വരിക. അപ്പം ഇതൊന്ന് കത്തിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. ചില ടൈമിൽ ഇങ്ങനെ കൂട്ടി വെച്ചാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കത്തിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ച് നാളെ കത്തിക്കാം. അങ്ങനെ നാളെ അയങ്ങാണ്ട് കുറേ അയക്കണത്. അപ്പോൾ ഇന്ന് ഇതൊന്ന് കത്തിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോൾ തീ കത്തിക്കാനും പേടിയാണ്. കാരണം ഞാനൊരു പ്രാവശ്യം ഈ ഒരു റോഡിൻ്റെ സൈഡിൽ അപ്പുറം അങ്ങേ ഭാഗത്ത് കേട്ടോ ഇതേപോലെ ചമ്മലിട്ടിട്ട് ഇതേപോലെ കത്തിച്ചിട്ട് ആ റബ്ബർ തോട്ടത്തേക്ക് അങ്ങോട്ട് കയറിയിട്ട് തീ. പിന്നെ ഞാൻ ആകെ പേടിച്ച്, റബ്ബറൊക്കെ കത്തിയാൽ കുടുങ്ങിയില്ലേ. ആ ഭാഗത്താണെങ്കിൽ റബ്ബറിൻ്റെ ഇലയും തേക്കിൻ്റെ ഇലയാണ് ഇഷ്ടം പോലെ ഉള്ളത്. അപ്പോൾ ആ തേക്കിൻ്റെ ഇലമൊക്കെയാണ് തീ പിടിച്ചാണ്ട് തോട്ടത്തേക്ക് അങ്ങോട്ട് കയറി. പിന്നെ എന്തായാലും ഇവിടെ ഹോസ് ഉണ്ടായിന് മുൻവശത്ത്. അപ്പോൾ പിന്നെ ഹോസ് ഇട്ടാണ്ട് വെള്ളം അടിച്ച് കുട്ടികളും കൂടി ബക്കറ്റിലൊക്കെ വെള്ളം കൊണ്ടുവന്ന്. അങ്ങനെ ആ ഒരു പേടി ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ തീ ഇടുമ്പോൾ ഞാൻ അടുത്ത് നിന്നിട്ട് തീ ഇടുള്ളൂ. അഥവാ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ. തീയാണ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. കണ്ടില്ല, നല്ല ഉഷാറായിട്ട് കത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കത്തി കഴിഞ്ഞിട്ട് ആണ് പിന്നെ കിച്ചണിക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ ഇനി. അങ്ങനെ ഒരു പ്ലേറ്റിക്ക് ഒരു 3-4 പത്തിരിയൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ കറിയൊക്കെ നോക്കിയപ്പോൾ കറിയൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് എൻ്റെ കറി കുറച്ച് ലൂസാക്കി എടുത്തിക്കണ്. നമ്മളുണ്ടാക്കിയ കറി നല്ല കുറുകിയ കറിയാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഇതിക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ലൂസായത്. കറി കുറച്ച് ലൂസാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പത്തിരിൻ്റെ കൂടെ കഴിക്കാൻ. ഇവിടെ കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ. പത്തിരിക്കാവുമ്പം കറി നല്ലോണം വേണം, നല്ലോണം പുതിർത്തി കഴിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം കറി ഒഴിച്ചതുകൊണ്ടേ കറി കുറച്ച് കുറവായി. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എഡിറ്റ് ചെയ്യാൻ ടൈമില്ലായിട്ട് കേട്ടോ. ഇന്ന് എനിക്ക് പഞ്ചായത്തേക്ക് പോവാണ്ട്, ബില്ല് ക്ലോസിങ് ആണെന്ന് പറഞ്ഞല്ലേ ഞാൻ. അപ്പോൾ അങ്ങനത്തെ തിരക്കിലൊക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.